എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ നാണമുണ്ടോ തനിക്ക്? തനിക്ക് എപ്പോഴാ ഞാൻ നാറിയും ചെറ്റ ആയത് ഒന്നും മറക്കത്തില്ല. ഞാനും വായിച്ചിട്ടുണ്ട് ഇക്കാക്ക്. നാണമുണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റ എന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ന്യൂസ് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. ഞാൻ ഒരല്പം ലേറ്റായി പോയി, വയ്യായിരുന്നു. നാട്ടിലെത്തിയ രേണു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ നടന്ന സംഭവമാണ്. ഈ വീഡിയോ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ആരോഗ്യപരമായിട്ട് ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഇടാതിരുന്നത്. ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്കൊരു നന്ദികേട് ഫീൽ ചെയ്തു. ശരിയാണ്, നമ്മളൊരാൾ മോശമായിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും, നമുക്ക് ഭയങ്കരമായിട്ട് അവരെ റിയാക്ട് ചെയ്യണം തോന്നും, നമ്മൾ അവരെ ചീത്തയൊക്കെ പറയും. പക്ഷെ രേണു അങ്ങനെ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും രേണു ചെയ്ത ഈ പ്രവൃത്തിയോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതെ, KHDC ഫിറോസിക്ക, ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടല്ലോ, എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ നാണമുണ്ടോ തനിക്ക്? തനിക്ക് എപ്പോഴാ ഞാൻ നാറിയും ചെറ്റ ആയത്? ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക പറഞ്ഞാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്, എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി, എന്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്. നാണമുണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എന്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല, ഇക്കായും മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ, അതെന്താ രേണു അങ്ങനെ ഒരു ടോക്ക്? അതൊക്കെ പോട്ടെ. അവർ നല്ല സൗഹൃദത്തിലായിരുന്നു, നല്ല സുഹൃത്തുക്കളായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാണ്. തീർച്ചയായിട്ടും നമുക്ക് വീട് വെച്ച് തന്നവരോട് നന്ദിപൂർണ്ണമായിട്ട് നമ്മൾ മെസ്സേജ് അയക്കും, സംസാരിക്കും ഒക്കെ ചെയ്യുമല്ലോ. പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോൾ രേണുവിൻ്റെ ഭയങ്കര ഉയർച്ചയുണ്ടായി. അതിനുശേഷം രേണുവിൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളൊക്കെയാണ് പിന്നീട് ഇപ്പോൾ ഇതാ ആ വീട് തിരിച്ചെടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവരെത്തിയത്. സ്ഥലം കൊടുത്ത ബിഷപ്പാണെങ്കിലും വീട് വെച്ച് കൊടുത്ത ഫിറോസ് ആണെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഇപ്പോൾ ആ കോടതി വരെ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നു. അതിന്റെ കോടതി നോട്ടീസ് കൈപ്പറ്റാൻ വേണ്ടിയിട്ടാണ് രേണു അപ്പോൾ നാട്ടിലെത്തി എന്നുള്ള കൈപ്പറ്റി കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നു. ആ സമയത്ത് രേണുവിന് ദേഷ്യം വന്നിട്ടാണ് രേണു പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി രേണുവിനെയും രേണുവിൻ്റെ അച്ഛനെയും വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു, മോശം വാക്കുകളൊക്കെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ രേണു തന്നെ പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുമായിരുന്നു, ആ മെസ്സേജ് ഇക്ക മറന്നാലും ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രത്തോളം അറ്റാച്ച്മെന്റ് അവർ തമ്മിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഇത്രയൊക്കെ മോശമായിട്ട് രേണുവിൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുവിന് രണ്ട് തരത്തിൽ പ്രതികരിക്കാമായിരുന്നു. ഈ ഒരു വഴി തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ മുമ്പ് മാന്യമായിട്ട് ഇപ്പോൾ രേണു പറയുന്നുണ്ട്, രേണുവിൻ്റെ സംസ്കാരം എന്ന് രേണു പറയുന്നുണ്ട്. രേണുവിന് രണ്ട് തരത്തിൽ ഇത് പ്രതികരിക്കായിരുന്നു. ഒന്ന്, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ പ്രതികരിക്കുമ്പോഴാണല്ലോ വീണ്ടും വീണ്ടും അത് വലിയ രീതിയിലേക്ക് പോകുന്നത്. ഒരു കൈ മാത്രം അടിക്കുകയാണെങ്കിൽ ശബ്ദം ഉണ്ടാവില്ല, രണ്ട് കൈ മാത്രം അടിക്കുകയാണെങ്കിൽ ശബ്ദം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് മിണ്ടാതിരിക്കാം. ഒന്നില്ലെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാതെ നമ്മുടെ കുടുംബക്കാരെ വിളിച്ചിട്ട് മിണ്ടാതിരിക്കാനായിട്ട് ഭൂരിപക്ഷം ആൾക്കാർക്കും പറ്റില്ല. നമ്മുടെ കുടുംബക്കാർ നമ്മളെ പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കും. നമ്മുടെ കുടുംബക്കാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളത് റിയാക്ട് ചെയ്യും. അത് റിയാക്ട് ചെയ്യാനുള്ള ഒരു മനുഷ്യന് അവകാശമുണ്ട്. തീർച്ചയായിട്ടും രേണുവിനും അങ്ങനെ ഒരു അവകാശമുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെ വീഡിയോ എടുത്ത് ചെയ്യുന്നതിനേക്കാളും എത്രയോ അന്തസ്സം ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ അവരെ ഫോൺ വിളിച്ച് പറയാം. ചിലപ്പോൾ ഫോൺ വിളിച്ച് അവർ എടുക്കില്ലായിരിക്കും, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയായിരിക്കും. ഓക്കെ, അതുകൊണ്ടായിരിക്കും. അങ്ങനെയെങ്കിലും അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പറയാനുള്ളത് മാന്യമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് പറയാം. നമ്മുടെ വീട്ടുകാരെ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടുകാരെ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കയറി ചീത്ത പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് പറയാം. ഇതിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇത്ര സഹായം ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത്ര സഹായം ചെയ്തിട്ടുള്ള ഒരാളെ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും രേണുവിൻ്റെ ഈ ഒരു പ്രതികരണം എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. എന്തൊക്കെയാണെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന രേണു വീട് വെച്ച് തന്ന ആൾ ഇത്രയും നാൾ, ഇപ്പം എത്ര വർഷമായി, ഇത്രയും നാൾ വാടക പോലും കൊടുക്കാണ്ട് രേണുവിനും സുഖമായിട്ട്, രേണു ഇപ്പോൾ പറഞ്ഞ പോലെ ഈ വീടും സ്ഥലവും കൊടുത്തിരിക്കുന്നത് കിച്ചുവിനും അനിയനും വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ താമസിക്കുന്നത് അനിയനും രേണുവിൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും അങ്ങനെ കുടുംബക്കാരൊക്കെയാണ് അവിടെ താമസിക്കുന്നതെന്നാണ് നിലവിൽ അവിടെ പോയിട്ടുള്ളവരും പറഞ്ഞിട്ടുള്ളവരൊക്കെ പറഞ്ഞ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇത്രയും വർഷം രേണുവിന് വാടക കൊടുക്കാതെ ജീവിക്കാനായിട്ട് ആ വീട്ടിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക, മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഒരു വീട് വെക്കുന്നത് എന്നൊക്കെ പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണോ? തീർച്ചയായിട്ടും അത് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ മഹാപ്രതിഭയാണ് സുധി ചേട്ടൻ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആ മനുഷ്യൻ്റെ
സ്വഭാവമാണെങ്കിലും ആ പെരുമാറ്റമാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അനാഥരാകുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി നിങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ പഠിപ്പിക്കാനാണെങ്കിലും വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ സ്ഥലം കൊടുക്കാനൊക്കെ ആണെങ്കിലും ആൾക്കാർ ഒരുപാട് പല സൈഡിൽ നിന്നും പല വശങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്നത് സുധി എന്ന് പറയുന്ന വ്യക്തിയെ ഓർത്തുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ എന്തോരം പേർക്ക് വീടും കൂടിയൊന്നും ഇല്ലാണ്ട് നടക്കുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ചേച്ചി വന്ന് പറഞ്ഞ കാര്യം. രേണു സുധിക്ക് ഇപ്പം എന്താ ഇനോഗ്രേഷൻ ആവുന്നു, ഉദ്ഘാടനം ആവുന്നു, വീട് വെച്ച് കൊടുക്കാൻ ആൾക്കാർ, എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി അതേപോലെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. തനിക്ക് ആരുമില്ല, പൈസ ഇല്ല, ജോലിയില്ല, എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു രേണുവിൻ്റെ ജീവിതത്തിൽ. ആ സമയത്ത് ഒരു കൈത്താങ്ങായി വന്നവരെയൊന്നും മറക്കാതിരിക്കുക. അവർ പിന്നീട് എന്ത് പ്രവർത്തിക്കും നമ്മളോട് കാണിച്ചിട്ടുണ്ടെങ്കിലും അവരോട് അന്ന് നമുക്ക് തന്നതും പിന്നീട് നമ്മൾ ഇപ്പോഴും അവരുടെ സഹായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അവർ മോശമായിട്ട് പബ്ലിക്കായിട്ട് നാറ്റിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അത് നന്ദികേടല്ലേ? എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തു. എന്താണെങ്കിലും അത് ഓരോരുത്തരും പലതരത്തിലായിരിക്കും പ്രതികരിക്കുക. പക്ഷേ രേണു എല്ലാം മെച്ചൂർഡായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പല കാര്യങ്ങളും നീക്കുന്ന ഒരാളാണ്. അപ്പോൾ രേണു ചെയ്തത് മോശമായിട്ടുള്ള കാര്യമാണ്. രേണു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രേണു ഇങ്ങനെ ചെയ്യുമ്പോൾ നഷ്ടങ്ങളൊന്നും രേണുവിനല്ല. രേണുവിനിപ്പോൾ ജോബായി, ശമ്പളമായി, പൈസയായി, വളരെ നല്ല കാര്യം. നിങ്ങളുടെ കരുത്തുറപ്പ് കൊണ്ട് മാത്രം കിട്ടിയതാണ്, മാത്രമെന്ന് പറയുന്നില്ല, ഓക്കെ, എങ്കിൽ പോലും നിങ്ങളുടെ കഴിവുകൊണ്ട് കിട്ടിയതാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് അനുഭവിക്കേണ്ട 2 കുട്ടികളുണ്ട്. അവർക്ക് അത് ഇല്ലാണ്ടാക്കി കളയല്ലേ എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. വെറുതെ എന്തിനാണ് അവർക്ക് കിട്ടുന്നത് പോലും ഇല്ലാതാക്കി കളയുന്നത്? എന്തായാലും എനിക്കിത് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞു. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ എല്ലാവർക്കും